ഹലോ, ഈ കർട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം ഇതുപോലത്തെ കർട്ടൻ വേണമെന്നുള്ളവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ? നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഫാബ്രിക്സ് കട്ട് ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു റഫായിട്ട് വരച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു വലിയ പീസ് ഉണ്ടാവും, അതാണ് മെയിൻ കർട്ടൻ. അതിനകത്ത് ലെങ്ത്ത് എന്തോരം വേണോ അത് തന്നെ എടുക്കണം. വിഡ്ത്ത് നമുക്ക് ശരിക്കും വേണ്ട കർട്ടൻ്റെ വിഡ്ത്ത് അതെടുത്തിട്ട് അതിന്റെ ഇരട്ടി വേണം വിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കർട്ടന്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കണ മാതിരിയിലത്തെ ഒരു പീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് വരച്ചേക്കുന്നത്. വിട്ട് 2 ഇരട്ടി തന്നെ എടുക്കണം, പക്ഷെ ലെങ്ത്ത് 5 ഇഞ്ച് മതിയാവും അതിന്. അതിന്റെ താഴെ ചെയ്തിരിക്കുന്നത് കർട്ടന്റെ നടുക്കല്ല, മുകളിലായിട്ട് തന്നെ കുറച്ച് പ്ലീറ്റ് ഇട്ട മാതിരി ഒരു ഫാബ്രിക് കിടക്കാനില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത് വരച്ചേക്കുന്നത്. അത് വിഡ്ത്ത് ഇൻറ്റു 4 എടുക്കണം, 4 ഇരട്ടി എടുക്കണം. കൂടാതെ 12 ഇഞ്ചും ആ ഒരു ഫാബ്രിക്കിന് നീളം വേണം. ഇനിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ എല്ലാ ഫാബ്രിക്കും നമ്മൾ ഈ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, ഈ 3 പീസിൻ്റെയും 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ്, അതായത് ഫോൾ ചെയ്ത് കിടക്കുന്ന ഒരു പീസില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് നമ്മൾ പ്ലീറ്റ് ഇട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ 4 ഇരട്ടിയാണ് എടുത്തേക്കുന്നത് വിഡ്ത്ത്, അത് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കണം. അപ്പം 4 ഇരട്ടി നമ്മൾ കുറച്ച് അത് നമ്മൾ ശരിക്കുമുള്ള വിഡ്ത്ത് എത്രയാണോ അത്രയും ആക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കാണ്. മൊത്തം 4 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞു ചാനലാണ്, അതുകൊണ്ടാണ് ഞാൻ 4 മീറ്റർ എടുത്തേക്കണത്. അതുപോലെ തന്നെ 1 മീറ്ററിന് എനിക്ക് വന്നേക്കണത് 40 രൂപയാണ്. ഹോൾസെയിൽ റേറ്റിന് പോകുകയാണെന്നുണ്ടെങ്കിൽ 30 35 കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എല്ലാ ഫാബ്രിക്കും 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെങ്തി ഫാബ്രിക് ഇല്ലേ, ലെങ്തി ഫാബ്രിക്കിൻ്റെ അടിയിലായിട്ട് നമ്മൾ മുകളിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഫാബ്രിക് വെക്കാം. മുകളിൽ ഞാനിപ്പോൾ വെച്ചേക്കുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ലെങ്തി ഫാബ്രിക് മടക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട്. അതായത് മുകൾ ഭാഗം ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന പോലെ മടക്കിയിട്ട് 2 സൈഡും തയ്ക്കാം. ഇപ്പം തയ്ച്ച് വന്നേക്കണമുണ്ടോ, നമ്മൾ വലിയ ലെങ്തി ഫാബ്രിക്കാണ് മടക്കിയിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നൂല് അകത്തു കൂടെ കയറ്റാനായിട്ട്, അല്ലെങ്കിൽ കർട്ടൻ ഇടാനായിട്ടുള്ള സ്റ്റാൻഡ് അകത്തോട്ട് കയറ്റാനായിട്ടുള്ള ആ ഒരു ഹോള് കിട്ടും. ഇനി വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ പ്ലീറ്റഡ് ഫാബ്രിക് ഇതിൻ്റെ മുകളിൽ വെക്കാം, അതായത് ലെങ്തി ഫാബ്രിക്കിൻ്റെ മുകളിൽ വെക്കാം. ലെങ്തി ഫാബ്രിക്കിൽ രണ്ടാമത് വന്നേക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിനകത്തേക്ക് വേണം ഈ പ്ലീറ്റഡ് ഫാബ്രിക് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന പോലെ തന്നെ തയ്ക്കാം. ഇടത്തെ സൈഡിലാണ്, അതായത് ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ ഇടത്തെ സൈഡിലാണ് ലെങ്തി ആയിട്ടുള്ള കർട്ടൻ വരുന്നത്. അപ്പം നമുക്ക് നേരെ പിടിക്കുമ്പോൾ കർട്ടൻ ഇങ്ങനെ വീണ് കിടക്കും, അതായത് മുകളിൽ കുഞ്ഞി കർട്ടൻ വീണ് കിടക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കർട്ടൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നടുക്കൊരു കമ്പിയോ അല്ലെങ്കിൽ നൂലോ കയറ്റാനായിട്ടുള്ളൊരു ഹോള് കിട്ടും. അന്നേരം അതിൽ കൂടെ ആ ഹോളിൽ കൂടെ നൂലോ കമ്പിയോ കയറ്റിയിട്ട് കർട്ടനായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കർട്ടനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.